സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ആഹാരം വളരെ പരമപ്രധാനമാണ്. ഇപ്പോൾ ഒരു ചാൺ വയറിനു വേണ്ടിയാണ് ഈ കഷ്ടപ്പാടുകളൊക്കെ എന്ന് ആലങ്കാരികമായി കഥയിലും സിനിമയിലും നിത്യ ജീവിതത്തിലുമൊക്കെ നാം പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ വർത്തമാനം പറയാനുള്ള പശ്ചാത്തലം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഫുഡ് വ്ളോഗേഴ്സിൻ്റെ അയ്യൊരു കളിയാണ്. പെട്ടെന്നൊരു റീച്ച് കിട്ടാൻ ഈ ഫുഡ് വ്ളോഗ് നല്ലൊരു ഉപാധിയാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് വ്ളോഗേഴ്സിൻ്റെ മാക്സിമം 90% ഫുഡ് വ്ളോഗേഴ്സിൻ്റെയും ഒരു അവതരണ രീതിയെക്കുറിച്ചാണ്. കാരണം ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ കള്ള് ഷോപ്പിലോ ഒക്കെ ഇരുന്ന് ഫുഡ് വ്ളോഗ് ചിത്രീകരിക്കുമ്പോൾ അതിലെ അവതാരകൻ്റെ ആ ചെറിയിൽ പറ്റിയ എച്ചിലും അല്ലെങ്കിൽ ആ കൈ വിരലുകളിൽ പൊതിഞ്ഞ ആ ആഹാരത്തിൻ്റെ അവശിഷ്ടം, അതിൻ്റെ വേസ്റ്റുമൊക്കെ ക്യാമറയിലൂടെ കാണുമ്പോൾ അത് കാഴ്ചക്കാരന് അരോചകമായിട്ടാണ് തോന്നുന്നത്. അയാൾക്കത് ആസ്വാദനത്തിൻ്റെ ഭാഗമാവാം, പക്ഷെ കാണുന്നവന് അത് അരോചകമാണ്. പിന്നെ മറ്റൊന്ന്, ഫുഡ് വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് എല്ലാ കറികളും ചോറിൽ കുഴച്ചടിക്കുന്ന ഒരു രീതിയാണ്. കാരണം അവിയലും എരിശ്ശേരിയും പപ്പടവും, മീൻകറിയുടെ കൂടെ തന്നെ ചിലപ്പോൾ പപ്പടം, ചിലര് സാമ്പാറിൽ കൂടി പപ്പടം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാവാം, എങ്കിൽ പോലും കാണുന്നവനെ ഇത് അരോചകമാണ്. ഇവിടെ തിരുവനന്തപുരം കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ പരിപ്പിനോടാണ് പപ്പടം പൊടിച്ച് ചേർത്ത് കഴിക്കുന്നത്. അതിനൊരു താളമുണ്ട്. ഇപ്പോൾ പരിപ്പ് ഉപയോഗിക്കാത്ത ഭാഗങ്ങളിൽ പപ്പടം ഇപ്പോൾ മീൻകറിയുടെ കൂടെ പോലും അല്ലെങ്കിൽ മറ്റ് കറികളുടെ കൂടെയും ചേർത്ത് പൊടിച്ച് കഴിക്കുന്നതൊക്കെ ഫുഡ് വ്ളോഗിൽ കണ്ടിട്ടുണ്ട്. പിന്നെ തൊടുകറികളെല്ലാം ചോറിൽ ഒറ്റയടിക്ക് കുഴച്ച് കൈ വിരലുകളിൽ അതിൻ്റെ അവശിഷ്ടങ്ങളും മുഖത്തെ താടിയും മീശയും നന്നായിട്ടുള്ള വ്ളോഗറാണെങ്കിൽ അതിൽ കുറെ 50 ഗ്രാമിൻ്റെ എച്ചിലും തേച്ച് ഫുഡ് വ്ളോഗ് ചെയ്യുമ്പോൾ അത് കാഴ്ചക്കാരന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഫുഡ് വ്ളോഗർമാരെ ഇപ്പോൾ ഇത്തിരി വൃത്തി നിലനിർത്തുക. കാരണം ഒരു താളമുണ്ട് ഏതും കഴിക്കാൻ. ഇപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ കന്യാകുമാരി ജില്ലയിലൊക്കെ നമ്മുടെ ചോറ് കഴിക്കുന്നു, പിന്നെ തൊടുകറികൾ തൊട്ട് കഴിക്കുന്നു, പരിപ്പിനോട് പപ്പടം പൊടിച്ച് ചേർത്ത് കഴിക്കുന്നു, അതിനൊരു താളമുണ്ട്. ഇപ്പോൾ മറ്റ് ഭാഗങ്ങളിലുള്ള ആഹാര ആ ഒരു ക്രമം അല്ലെങ്കിൽ ആ രീതികളെ കുറ്റം പറയുകയല്ല. ഫുഡ് വ്ളോഗർമാര് ഇത്തിരി വൃത്തിയിൽ ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ ആ മോന്ത ചിത്രീകരിക്കുമ്പോൾ, ആ കൈ ചിത്രീകരിക്കുമ്പോഴൊക്കെ കൈക്കും മോന്തയ്ക്കും ഇത്തിരി വൃത്തി ഉണ്ടായാൽ നല്ലത്. എല്ലാ ഫുഡ് വ്ളോഗർമാരെയും ജനറലൈസ് ചെയ്തല്ല ഞാൻ ഈ പറയുന്നത്. മറ്റൊന്ന്, ഫുഡ് വ്ളോഗിന് റീച്ച് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അപൂർവം ചിലപ്പോഴേ ഞാനും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മീൻകറി തുടങ്ങിയ മുട്ട തുടങ്ങിയ നോൺ വെജ് വിഭവങ്ങളുടെ ഒപ്പം തൈര് കുടിക്കാമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതൊരു വിരുദ്ധാഹാരമാണ്. ആരോഗ്യശാസ്ത്രപ്രകാരം അത് നിഷിദ്ധമാണ്. പലരും നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് ഫുഡ് വ്ളോഗർമാര് തൈര് അവസാനം കഴിക്കുന്നത് കാണാം. ഇത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് കാണുന്ന ഫുഡ് വ്ളോഗർ ആരെങ്കിലും കാണുകയാണെങ്കിൽ തോന്നാം, താനാരുവാ, താന് ആധികാരികമായി പറയാനെന്ത്. സുഹൃത്തെ, ഞാനും ഒരു ചെറിയ കണ്ടന്റ്
ക്രിയേറ്ററാണ്. എൻ്റെ വീഡിയോകൾ കാണുക, എൻ്റെ പേജിൽ കയറി കാണുക. വിഷയം ഫുഡ് ബ്ലോഗ് അല്ല എന്നും മാത്രം എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് പ്രതികരിക്കാം. നന്ദി, നമസ്കാരം.